സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ എം സ്വരാജ് നിലമ്പൂരിലെത്തി വലിയ സ്വീകരണമാണ് LDF പ്രവർത്തകർ ഒരുക്കിയത്. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വരാജിനെ സ്വീകരിക്കാൻ നൂറുകണക്കിന് ആളുകൾ എത്തി. ഇപ്പോൾ പ്രകടനമായി സ്ഥാനാർത്ഥിയും പ്രവർത്തകരും CPIM ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് നീങ്ങുകയാണ്. ആർ ശ്രീജിത്ത് വിശദാംശങ്ങളുമായുണ്ട്. ശ്രീജിത്ത്, ഇനിയിപ്പോൾ റോഡ് ഷോയുണ്ട്, കൂടാതെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. അങ്ങനെ വലിയ സ്വീകരണത്തോടെ നിലമ്പൂരിൽ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടുകയാണ് എം സ്വരാജ്. അനുജ, സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് ഇടതുപക്ഷ പ്രവർത്തകർക്കിടയിലും പൊതുസമൂഹത്തിലും വലിയ തോതിൽ സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത്. ആ സ്വീകാര്യതയുടെ തെളിവാണ് റെയിൽവേ സ്റ്റേഷനിൽ വന്ന വലിയ ജനക്കൂട്ടം. ഇടതുപക്ഷ പ്രവർത്തകർ കൂടാതെ മറ്റ് രാഷ്ട്രീയ വിശ്വാസങ്ങളിൽ പ്രവർത്തിക്കുന്നവരും ഇവിടെ വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് നേതാക്കളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എം സ്വരാജ് നമ്മളോടൊപ്പം ഉണ്ട്. സ്വരാജ്, ജന്മനാട്ടിലെ ആദ്യ മത്സരത്തിൽ വലിയ ആവേശമാണല്ലോ കാണുന്നത്. അതെ, സത്യത്തിൽ LDF സ്ഥാനാർത്ഥി എന്ന നിലയിൽ പ്രചരണ പരിപാടികൾ ഔപചാരികമായി തുടങ്ങുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ്. നമ്മുടെ റോഡ് ഷോ തുടങ്ങാനിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇവിടെ LDF തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ പ്രചരണ പരിപാടികൾ. ഇവിടെ ഇപ്പോ ട്രെയിനിന് വന്നിറങ്ങിയ സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഒരു ചെറിയ സ്വീകരണമാണ് ഇവിടെ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ആലോചിച്ചിരുന്നത്. എന്നാൽ ഏറെ ആവേശകരമായ ഒരു കാര്യം, ഞാൻ ഷൊർണൂരിൽ നിന്നും ട്രെയിനിന് പുറപ്പെട്ടപ്പോ പിന്നിട്ട ഓരോ സ്റ്റേഷനിലും ചെറുകരയിലും അങ്ങാടിപ്പുറത്തും മേലാറ്റൂരും പട്ടിക്കാടും തുവൂരും വാണിയമ്പലത്തും എല്ലാം നൂറുകണക്കിന് ആളുകൾ ഓരോ റെയിൽവേ സ്റ്റേഷനിലും സ്വീകരിക്കാനായി എത്തിയിരുന്നു. ഇവിടെ എത്തിയപ്പോ ഒരു വലിയ ജനസഞ്ചയമാണ് ഇവിടെ ഒഴുകിയെത്തിയിട്ടുള്ളത്. നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ആവേശകരമായ കാര്യം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ മാത്രമല്ല, വ്യത്യസ്ത രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന പലരെയും വ്യക്തിപരമായി എനിക്ക് പരിചയമുള്ള ചിലരുൾപ്പെടെ ഇവിടെ കാണുകയുണ്ടായി. തീർച്ചയായും അങ്ങനെയുള്ളവരും അല്ലാത്തവരുമായവരുണ്ട്. അത് വളരെ ആഹ്ലാദനിർഭരമായ ഒരു കാര്യമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങൾക്കും ജനക്ഷേമ പദ്ധതികൾക്കും ഉള്ള ഒരു അംഗീകാരമായി ഇതൊക്കെ തുടരണം എന്ന ഒരു ജനതയുടെ ആഗ്രഹമായിട്ട് അതിന്റെ പ്രതിഫലനമായാണ് ഞാൻ ഈ വിപുലമായ പങ്കാളിത്തത്തെ കാണുന്നത്. അവരുടെ എല്ലാം പിന്തുണ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്നു. എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. ഇതൊരു പൊളിറ്റിക്കൽ ഫൈറ്റായി മാറുകയാണല്ലോ ഇടതുപക്ഷം താങ്കളുടെ സ്ഥാനാർത്ഥിയോട് ലക്ഷ്യമിടുന്നത്. അപ്പോൾ താങ്കളുടെ രാഷ്ട്രീയം മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രീയമാണ്. അപ്പോൾ താങ്കളുടെ രാഷ്ട്രീയത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലമാണ് നിലമ്പൂരിന് കരുത്. കാരണം ഏറനാടിന്റെ മണ്ണ്, സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ മണ്ണ്, വിമോചന പോരാട്ടങ്ങളുടെ മണ്ണ്. അപ്പോൾ ഇവിടെ ഒരു താങ്കളുടെ രാഷ്ട്രീയത്തിന് അനുകൂലമായ ഒരു സ്ഥലമായിട്ട് കരുതുന്നു. ഇവിടെ നിലമ്പൂരിന്റെ ഒരു പ്രത്യേകത, ഒരു സെക്കുലർ അന്തരീക്ഷം നിലനിൽക്കുന്ന നാടാണ് കേരളം പൊതുവിൽ, പ്രത്യേകിച്ച് നിലമ്പൂർ. ഒപ്പം നിങ്ങൾ പറഞ്ഞ മഹത്തായ സമര പോരാട്ടങ്ങളുടെ, ചരിത്ര മുന്നേറ്റങ്ങളുടെ ഓർമ്മകൾ ഇരമ്പുന്ന ഒരു നാട് കൂടിയാണ്. ഐതിഹാസികമായ മലബാർ സമരകാലത്ത് ബ്രിട്ടനോട് ഏറ്റുമുട്ടി വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഒരു സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കുകയുണ്ടായി. ചരിത്രത്തിൽ കുറച്ചുകാലമേ ആ രാഷ്ട്രം നിലനിന്നിട്ടുള്ളൂ. ആ രാജ്യത്തിന്റെ ആസ്ഥാനമായിരുന്നു ഈ നിലമ്പൂർ. മലയാള രാജ്യം എന്നായിരുന്നു അത്രേ അതിന് പേരിട്ടിരുന്നത്. പാസ്പോർട്ടും സ്വന്തമായി കറൻസിയും സൈന്യവും ചെക്ക് പോസ്റ്റും ഒക്കെ ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ്. അപ്പൊ ബ്രിട്ടനെ കിടിലം കൊള്ളിച്ച ഒരു പോരാട്ടത്തിന്റെ ഓർമ്മ ഈ മണ്ണിലുണ്ട്. അതോടൊപ്പം ഒട്ടേറെ സാമൂഹ്യ പരിഷ്കരണ നവോത്ഥാന പരിശ്രമങ്ങളുടെ നാടാണ് നിലമ്പൂര്. ഒരുപാട് മഹാന്മാരായ മനുഷ്യർ, ഡോക്ടർ ഉസ്മാൻ, EK അയമു, KG ഉണ്ണി, നിലമ്പൂർ ബാലൻ, ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന നിലമ്പൂർ ഐഷ, എത്രയെത്ര പേർ, ഒരുപാട് പേർ. KT മുഹമ്മദ് പുതിയ ഭൂമി പുതിയ ആകാശം എന്ന നാടകം എഴുതിയത് ഇത് ഭൂമിയാണ് എന്ന നാടകം എഴുതിയത് നിലമ്പൂരിൽ വെച്ചാണ്. ആ നാടകം എഴുതിയത് ഒരുപാട് പേർ. നിലമ്പൂർ ജാലവിദ്യയുടെ ഒരു കേന്ദ്രമാണ്. പിന്നെ തേക്കിന്റെ പെരുമ പറയേണ്ട കാര്യമില്ല. അതെ. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ, സവിശേഷതകളുള്ള ഒരു നാടാണ്. പ്രൗഢമായ ഒരു ചരിത്രം, മഹത്തായ ഒരു ഭൂതകാലം നിലമ്പൂരിനുണ്ട്. ഒപ്പം ഈ മതനിരപേക്ഷതയെ എന്നും ഉയർത്തിപ്പിടിച്ചൊരു നാടാണ് നിലമ്പൂർ. പാട്ടുൾപ്പെടെ ആ മതനിരപേക്ഷതയുടെ പ്രകടനങ്ങളായി മാറിയ ജനകീയ ആഘോഷങ്ങളുടെ വലിയൊരു ചരിത്രം നിലമ്പൂരിനുണ്ട്. അത് ഇപ്പോഴും പിന്തുടരുന്ന ഒരു നാടാണ്. തീർച്ചയായും ആ നാട് കേവലം കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് നാടിന്റെ നന്മയുടെ ഒരു രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. അപ്പോൾ താങ്കളുടെ രാഷ്ട്രീയ എതിരാളികൾ, അത് PV അൻവർ ആയാലും UDF ആണെങ്കിലും ചൂണ്ടിക്കാണിക്കുന്ന താങ്കൾ നിലമ്പൂരിലെ വിഷയങ്ങളിൽ ഇടപെട്ടിരുന്നില്ല, കവളപ്പാറയിൽ പോയിരുന്നില്ല എന്നാണ്. അപ്പൊ ഇതിനൊക്കെ എങ്ങനെയാണ് മറുപടി പറയുന്നത്? കവളപ്പാറയിൽ ആദ്യം വന്നത് ആരാണ് എന്ന് ഞാനിപ്പോ ഞാൻ ചോദിക്കുന്നില്ല. ഏതായാലും ഞാൻ ഒരു കാര്യം പറയാം. ബഹുമാന്യനായ MLA അങ്ങനെ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ബഹുമാന്യനായ മുൻ MLA അങ്ങനെ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ അദ്ദേഹം പറഞ്ഞ കേട്ടിട്ടില്ല. കാരണം ചില ദിവസങ്ങളിൽ അദ്ദേഹവും ഞാനും ഒരു കുടക്കീഴിലായിരുന്നു അന്ന്. അപ്പോ അദ്ദേഹം അത് മറന്നിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത് ശരി.
അതൊക്കെ തെരഞ്ഞെടുപ്പ് സമയത്ത് എന്തെങ്കിലുമൊക്കെ പറയുന്നേ ഉള്ളൂ. നമ്മൾ അതിനെയൊക്കെ UDF-ന്റെ ചില തെരഞ്ഞെടുപ്പ് തമാശകൾ എന്ന് കണ്ടങ്ങ് വിട്ടുകളയാം. അല്ല, അൻവർ പറയുന്നത് തങ്ങൾ പലസ്തീനെ പറ്റി പറയും, നിലമ്പൂരിനെ പറ്റി പറയാറില്ലെന്ന്. പലസ്തീനിലും നിലമ്പൂരിലും അമേരിക്കയിലും ആഫ്രിക്കയിലും യൂറോപ്പിലും ലോകമെമ്പാടും മനുഷ്യരുടെ വികാരങ്ങളൊന്നാണ്. ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും അടിച്ചമർത്തപ്പെടുന്ന, നീതി നിഷേധിക്കപ്പെടുന്ന, മുറിവേൽപ്പിക്കപ്പെടുന്ന മനുഷ്യരോടൊപ്പമാണ്. ആ നിലപാട് ലോകമെമ്പാടുമുള്ള മനുഷ്യസ്നേഹികൾ സ്വീകരിക്കുന്നതാണ്. ആ നിലപാടാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. അവസാനമായി ജന്മനാട്ടിലെ ആദ്യ മത്സരമാണ്, അതൊരു പ്രത്യേകതരം അനുഭൂതിയാണല്ലോ. തീർച്ചയായും എല്ലാം നമ്മുടെ പരിചയക്കാരും സ്നേഹിതരും സുഹൃത്തുക്കളും ഒക്കെയാണ്. ധാരാളം ആളുകൾ അവരുടെ സ്നേഹവായ്പകൾ അനുഭവിക്കാൻ കഴിയുന്നു എന്നൊരു പ്രത്യേകതയും ഈ തെരഞ്ഞെടുപ്പിനുണ്ട്. നന്ദി അനുജ. ഇതാണ് ജന്മനാട്ടിലെ ആദ്യ മത്സരത്തിൽ വലിയ തോതിൽ ജനങ്ങളുടെ പിന്തുണ ആർജിക്കാൻ കഴിയുന്നുണ്ട്, ജനവിശ്വാസം ആർജിക്കാൻ കഴിയുന്നുണ്ട്, സ്വീകാര്യത നേടാൻ കഴിയുന്നുണ്ട് എന്നാണ് എം സ്വരാജ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഇവിടുത്തെ നിന്നുള്ള റോഡ് ഷോ തുടരുകയാണ്. എം സ്വരാജ് നിലമ്പൂരിൽ അദ്ദേഹത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. 24 പ്രതിനിധി ആർ ശ്രീജിത്തിനോടാണ് സ്വരാജ് വിജയപ്രതീക്ഷ പങ്കുവച്ചത്.